നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖറിയ പ്രവചനം 14-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവു മലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല. ജ്യോതിർഗോളങ്ങൾ മാഞ്ഞുപോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരൂശലേമിന് തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായി തീരും. നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ബെന്യാമീൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ കോൺ ഗോപുരം വരെ തന്നെ ഹനനേൽ ഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെയും നിവാസികൾ ഉള്ളതാകും. അവർ അതിൽ പാർക്കും. ഇനി സംഹാര ശപഥമുണ്ടാകുകയില്ല. യെരൂശലേം നിർഭയം വസിക്കും. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊരുതും. യഹൂദയും യെരൂശലേമിൽ വെച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. അങ്ങനെ ഈ പാളയത്തിൽ ഉള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധയുണ്ടാകും. എന്നാൽ യെരൂശലേമിൽ നിന്ന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. മിസ്രയീം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകുകയില്ല. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടുന്നതിന് വരാതിരിക്കേണ്ടുന്ന മിസ്രയീമിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുമുള്ള പാപശിക്ഷയും ഇതുതന്നെ. എന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിൻ മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. യെരൂശലേമിലും യഹൂദയിലുമുള്ള കുലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്നു വാങ്ങി അവയിൽ വേവിക്കും. അന്നുമുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകുകയില്ല.
സഖറിയ പ്രവചനം 14 അധ്യായത്തിലെ പ്രധാന വാക്യം 5-ാം വാക്യമാണ്. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. മറ്റൊരു പ്രധാന വാക്യം 4-ാം വാക്യമാണ്. യേശുവിന്റെ 2-ാം വരവിനോടനുബന്ധിച്ച് യേശു ഒലിവ് മലയിൽ വരികയും അപ്പോൾ ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളരുകയും ചെയ്യും എന്നാണ്. യേശു സ്വർഗാരോഹണം ചെയ്തതും ഒലിവ് മലയിൽ നിന്നായിരുന്നല്ലോ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെതിരെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് യുദ്ധം ചെയ്യാൻ വരികയും പലരെയും പിടിച്ചുകൊണ്ടുപോവുകയും കൊല്ലുകയും കവർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഇസ്രായേലിനെ സഹായിക്കുന്നതാണ്. അതാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയം. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് യെരുശലേം ആസ്ഥാനമാക്കി ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ഭൂപ്രകൃതിക്കെല്ലാം സമൂല വ്യതിയാനം ഉണ്ടാകും എന്നാണ്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെതിരായ മഹായുദ്ധത്തിൽ ശത്രുക്കളുടെ ശരീരത്തിലെ മാംസവും അതുപോലെ അവരുടെ കണ്ണും എല്ലാം ചീഞ്ഞഴുകി പോകുന്ന ബാധകൾ ഉണ്ടാകും. അത് മൃഗങ്ങൾക്കും ഉണ്ടാകുമെന്നാണ്. അതിനാൽ ആത്യന്തികമായ വിജയം ഇസ്രായേലിന് ഉണ്ടാകുമെന്നാണ് 16 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. സത്യദൈവം ഇസ്രായേലിന്റെ ദൈവമാണെന്ന് തിരിച്ചറിയുന്ന രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് യഹൂദരോടൊപ്പം ആരാധിക്കാൻ വരും. അവർ ഒരുമിച്ച് കൂടാര പെരുന്നാൾ പോലെയുള്ള പെരുന്നാളുകൾ ആഘോഷിച്ച് ഭക്ഷിച്ച് സന്തോഷിച്ച് സമാധാനം അനുഭവിക്കും എന്ന് പറഞ്ഞാണ് സഖറിയ പ്രവചനം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരവിന് മുമ്പ് യുദ്ധങ്ങളുണ്ടാകും, യുദ്ധശ്രുതികളുണ്ടാകും എന്ന് യേശു പറഞ്ഞു. ഈ ദിവസങ്ങളിൽ യുദ്ധങ്ങളില്ലാത്ത, യുദ്ധകെടുതികളില്ലാത്ത ഒരു ദിവസമില്ല. ഇത് വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ വരവെടുത്തു. ആളുകൾക്ക് സമാധാനം വരുത്താൻ കഴിയുന്നില്ല. കർത്താവ് വന്നല്ലാതെ സമാധാനം ഉണ്ടാകുകയും യേശു വരികയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. നമുക്കതിനായിട്ട് ഒരുങ്ങാം, ആളുകളെ ഒരുക്കാം. കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.